الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم واتبع ما يوحى إليك من ربك إن الله كان بما تعملون خبيرا ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ചറബിനോട് നന്ദിയുള്ളവരായി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മനുഷ്യന്റെ ആജന്മ ശത്രുവാണ് പിശാച്. നമ്മെ വഴിതെറ്റിക്കുവാൻ വേണ്ടി പല പല വഴികളും പലതരം കുതന്ത്രങ്ങളും പിശാച് പ്രയോഗിക്കും. വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും അടിക്കടി ഉപദേശിച്ചിട്ടുള്ളതും ഉണർത്തിയിട്ടുള്ളതുമാണ് ഈ കാര്യം. പരിശുദ്ധ ഖുർആനിലെ 35-ാം അധ്യായം സൂറത്ത് ഫാത്തിറിലെ 6-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമ്മളോട് പറഞ്ഞു, ഇന്ന ശൈത്വാന ലക്കും അദുവുൻ, തീർച്ചയായും പിശാച് നിങ്ങളുടെ ശത്രുവാണ്. ഫത്തഖിദൂഹു അദുവ, അതിനാൽ ആ പിശാചിനെ നിങ്ങൾ ശത്രുവായി തന്നെ കാണേണ്ടതുണ്ട്. ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ, ആ പിശാച് അവന്റെ കക്ഷികളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് കത്തിയാളുന്ന നരകത്തിന്റെ വക്താക്കളാകാൻ, ഇന്ധനമായി തീരാൻ വേണ്ടിയാണ്. അതുകൊണ്ട് മോഹന വാഗ്ദാനങ്ങളും പലതും ഭംഗിയാക്കി തോന്നിപ്പിച്ചുമൊക്കെ പിശാച് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ഒരിക്കലും അത് നല്ലതിനല്ല എന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ ശത്രുവാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കണം എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനവധി ഉത്ബോധനങ്ങളിലൂടെ നമ്മെ അറിയിച്ചിട്ടുണ്ട്. പിശാചിന്റെ കെണികളെ സംബന്ധിച്ചും അത് മുഖേന പിശാച് പലരെയും പിഴപ്പിച്ചതിനെ സംബന്ധിച്ചും വിശദമായി പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥമാണ്
ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തൽബീസു ഇബ്ലീസ് എന്ന് പറയുന്ന ഗ്രന്ഥം. പിശാച് മനുഷ്യരെ പിടികൂടിയിട്ടുള്ള പല ന്യായങ്ങളും അതേപോലെ അതിലെല്ലാം പെട്ടുപോയ ആളുകൾ എത്തിപ്പെട്ട ഗുരുതരമായ അവസ്ഥയുമൊക്കെ വിശദമായി അദ്ദേഹം അതിൽ വിശദീകരിക്കുന്നുണ്ട്. പൊതുവിൽ പിശാച് മനുഷ്യനെ പിടികൂടുന്ന രണ്ട് കെണികൾ ഏത് വിഷയത്തിലാണെങ്കിലും നമ്മൾ ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. അതിലൊന്ന് അൽ ഇഫ്റാത്ത് അഥവാ അതിര് കവിച്ചിലാണ്. പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നിടത്ത് നിൽക്കാതെ അത് പോരാ എന്നുള്ള തോന്നലിൽ നിന്ന് കൂടുതൽ ചെയ്തുകൊണ്ട് മതത്തിലുള്ളത് കൊണ്ട് തൃപ്തി വരാതെ അതിന്റെ എണ്ണവും വലിപ്പവും രൂപവുമൊക്കെ അവരുടേതായ രീതിയിൽ ഒന്ന് മാറ്റം വരുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിനപ്പുറത്തേക്ക് ഭക്തിയുടെ പേരിൽ പുണ്യത്തിന്റെ പേരിൽ പിശാച് കൊണ്ടുപോകും. അത് അപകടമാണ്. പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നും അത് വലിയ കാര്യമല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനേക്കാൾ കൂടുതൽ ചെയ്തതുകൊണ്ട് എന്താ തകരാറ് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. വാസ്തവത്തിൽ അത് അപകടമാണ്. നിർത്തിയിടത്ത് നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. അതാണ് ദീൻ എന്ന് പറഞ്ഞാൽ. അള്ളാഹു പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചതുപോലെ കൃത്യമായി കണിശമായി നാം ആ രീതി സ്വീകരിക്കുമ്പോഴാണ് ഒരു യഥാർത്ഥ ദീനിന്റെ വക്താവായി നമുക്ക് മാറുവാൻ സാധിക്കുകയുള്ളൂ. അത് പോരാ എന്ന് തോന്നി അതിന്റെ രൂപത്തിലും കോലത്തിലും എണ്ണത്തിലും വണ്ണത്തിലും ഒക്കെ നമ്മുടേതായ എന്തെങ്കിലുമൊക്കെ കടത്തിക്കൂട്ടിയാൽ അത് ഭക്തിയുടെ പേരിലാണെങ്കിലും പുണ്യം കൂടുതൽ കിട്ടാനെന്നുള്ള രീതിയിലാണെങ്കിലും അവിടെയാണ് ബിദ്അത്തുകൾ മുളപൊട്ടുന്നത്. അപ്പൊ പിശാച് പിടിക്കുന്ന ഒരു ട്രാപ്പതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് സ്വഹാബത്തൊക്കെ ചെയ്തു വന്നത് ശരിയാണ്, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാണ്. എന്നാലും എന്ന് പറഞ്ഞ ആ പോകുന്ന വഴി അത് പൈശാചികമാണ്, പിശാചിന്റെ ട്രാപ്പാണ്, കെണിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊന്ന് അത്തഫരീത്ത് അഥവാ മതം പഠിപ്പിച്ചതിൽ കുറവ് വരുത്തൽ. ദീനിൽ എത്രയോ കാര്യങ്ങളുണ്ട് ചെയ്യാൻ പറഞ്ഞത്, അത് ചെയ്യാതിരിക്കാൻ പലതരത്തിലുള്ള മുടന്തൻ ന്യായങ്ങളും പിശാച് നമുക്ക് തോന്നിപ്പിച്ചു തരും. ഫർദും സുന്നത്തുമായ എത്രയോ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. അവ ചെയ്യാതിരിക്കാൻ പിശാച് ശ്രമിക്കും. കാരണം അത് ചെയ്യുന്നതിലൂടെ ഒരു വിശ്വാസി റബ്ബിലേക്ക് കൂടുതൽ അടുക്കുകയും പുണ്യങ്ങൾ വാരിക്കൂട്ടുകയും സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് ഉറപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്, പറഞ്ഞു കൊടുക്കൂ പ്രവാചകരെ, നിങ്ങൾക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ പ്രവാചകനാകുന്ന എന്നെ നിങ്ങൾ പിൻപറ്റണം. ആ പ്രവാചകനെ പഠിച്ചറിഞ്ഞ് നിങ്ങൾ പിൻപറ്റിക്കഴിഞ്ഞാലോ യുഹ്ബിബുകുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും. അള്ളാഹു സ്നേഹിക്കുമെന്ന് മാത്രമല്ല വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്തു തരും. അപ്പൊ പിശാചിന് അത് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഏത്? അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെടുക എന്നതും അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് കിട്ടുക എന്നതും അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുക എന്നതും പിശാചിന് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. അതിനാൽ അത്തരം നന്മകളിൽ നിന്ന്, ഫർളുകൾ ചെയ്യുന്നതിൽ നിന്ന്, സുന്നത്തുകൾ ചെയ്യുന്നതിൽ നിന്ന് എല്ലാം മനുഷ്യനെ മുടക്കാൻ, പിന്നാക്കം വലിക്കാൻ പിശാച് തക്കം പാർത്തിരിക്കും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചത്. ഫർളും സുന്നത്തുകളുമായ കാര്യങ്ങളിലൂടെ ഒരു അടിമ റബ്ബിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടേയിരിക്കുമെന്നാണ്. ഖുദ്സിയായ ഒരു ഹദീസിൽ കാണാം, വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ, ഫർളിലൂടെയാണ് അള്ളാഹുവിലേക്ക് കൂടുതൽ നമുക്ക് അടുക്കാൻ സാധിക്കുക. അത് കഴിഞ്ഞ് എത്ര കണ്ട് സുന്നത്തുകൾ നമ്മൾ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുന്നോ അതനുസരിച്ച് എന്റെ അടിമ എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും എന്ന് അള്ളാഹു പറഞ്ഞ ഖുദ്സിയായ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. അപ്പൊ ഈ രണ്ട് തരം, അഥവാ ഒരു വശത്ത് ദീനീ കർമ്മങ്ങളോട് വിരക്തിയും അതേപോലെ തന്നെ താല്പര്യമില്ലായ്മയും ഉണ്ടാക്കി അതിനെ ഉപേക്ഷിക്കുവാൻ പ്രേരിപ്പിക്കുമ്പോൾ, മറുവശത്ത് പഠിപ്പിച്ചത് പോരാ എന്ന രീതിയിൽ കൂടുതൽ ഭക്തി എന്ന രീതിയിൽ പലതും ഇല്ലാത്തത് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കും. രണ്ടായാലും ചൊവ്വായ പാതയിൽ നിന്ന് ദീനിൽ നിലനിൽക്കാൻ സമ്മതിക്കാതെ വഴിതെറ്റിക്കുന്ന രൂപമാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഏത് വിഷയം നമ്മൾ പരിശോധിച്ചാലും ഈ രണ്ട് വഴികളിലൂടെ പിശാച് മനുഷ്യരെ തെറ്റിച്ചു കൊണ്ടുപോകുന്നത് കാണുവാൻ സാധിക്കുന്നതാണ്. അതിന്റെ മറ്റൊരു രൂപമാണ് തഖ്ലീദ് അഥവാ അന്ധമായ അനുകരണം. ഒരു തരം ഗുലൂവാണ്, ഇഫ്രാത്താണ് അവിടെയും സംഭവിക്കുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തിയോട്, ഏതെങ്കിലും ഒരു നേതാവിനോട്, ഏതെങ്കിലും ഒരു പണ്ഡിതനോട് സ്നേഹവും ആദരവും കൂടിക്കഴിഞ്ഞാൽ ഒരു തരം അനുരാഗാത്മകമായ ഭ്രമമുണ്ടാവുകയും ആ മനുഷ്യൻ പിന്നെ എന്തു പറഞ്ഞാലും അതിന്റെ ശരി തെറ്റുകൾ പരിശോധിക്കാതെ തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടാലും ആ തെറ്റാണ് എന്ന് സമ്മതിക്കാൻ മനസ്സ് വരാതെ അന്ധമായി ഒരാൾക്ക് കീഴ്പ്പെടുന്ന അവസ്ഥ. ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്.
അതേപോലെ തന്നെ കാരണവന്മാരായി ചെയ്തു പോരുന്ന കാര്യങ്ങൾ അതിന്റെ ന്യായങ്ങളും തെളിവുകളും എന്ന് കൊടുത്താലും നമുക്കതിന്റെ ന്യായാന്യായങ്ങളൊന്നും പരിശോധിച്ച് കണ്ടെത്താൻ നമ്മൾ വലിയ പണ്ഡിതന്മാരോ പ്രാപ്തിയുള്ള ആളുകളോ അല്ല. അതുകൊണ്ട് വാപ്പയും ഉപ്പാപ്പയും ഒക്കെ എന്താണ് ചെയ്തു വന്നത് ആ രീതി നമ്മൾ സ്വീകരിക്കാം എന്ന് പറയുന്ന അന്ധമായ അനുകരണത്തിന്റെ തഖ്ലീദിന്റെ രീതി, അത് ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഇഫ്രാത്ത്, അതിര് കവിഞ്ഞു പോകുന്ന ഒരു വ്യക്തിയോടുള്ള സ്നേഹത്തിന്റെയും ആദരവിന്റെയും ആ എല്ലാ അതിർവരമ്പുകളും വിട്ടുകൊണ്ടുള്ള അതിര് കവിച്ചലാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെയാണ് ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു കാര്യം ഉണർത്തിയത്. വഅലം അന്ന ഉമൂമ അസ്ഹാബിൽ മദാഹിബ്, ഏതൊരു വീക്ഷണത്തിന്റെയും ആളുകൾ പൊതുവിൽ നമുക്ക് കാണുവാൻ സാധിക്കും, യഅ്ളുമു ഫീ ഖുലൂബിഹിമു ശഖ്സ്, അവരുടെ മനസ്സിൽ ഏതെങ്കിലുമൊക്കെ വ്യക്തികൾ വലിയ മഹാന്മാരായി സ്ഥാനം പിടിക്കുകയാണ്. അങ്ങനെ ഫയത്തബിഊന ഖൗലഹു, ആ മനുഷ്യൻ പറയുന്ന വാക്ക് അയാൾ അനുകരിക്കും അല്ലെങ്കിൽ പിൻപറ്റും. മിൻ ഗൈരി തദബ്ബുരിൻ ബിമാ ഖാൽ, അയാൾ പറഞ്ഞത് ന്യായമാണോ, ആ ആയത്തുകളോട് യോജിക്കുന്നതാണോ, ഹദീസുകൾക്ക് എതിരല്ല അയാൾ പറഞ്ഞത് എന്നിങ്ങനെ ഒന്നും ചിന്തിക്കാതെ ആലോചിക്കാതെ അയാൾ പറഞ്ഞത് തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ഒരവസ്ഥ. വഹാദാ ഐനുൽ ളലാൽ, ഇതാണ് വഴികേടിന്റെ നടുകഷ്ണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ സത്യത്തിൽ നമുക്ക് വേണ്ടത് വക്താക്കളെ, വ്യക്തികളെ കുറിച്ചല്ല നമ്മൾ നോക്കേണ്ടത്, അവർ പറഞ്ഞ കാര്യങ്ങളെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. അങ്ങനെ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ന്യായമുണ്ടെങ്കിൽ അത് ആര് പറഞ്ഞാലും നമുക്ക് സ്വീകരിക്കാം. നേരെ മറിച്ച് എത്ര വലിയ മഹാനാണ് എങ്കിലും അയാൾ പറഞ്ഞത് ശരിയല്ല എങ്കിൽ അത് കൈയൊഴിക്കാൻ യാതൊരു മടിയും വൈമനസ്യവും വേണ്ട എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. മുൻ സമുദായങ്ങളിലൊക്കെ സംഭവിച്ച പിശാച് അവരെയെല്ലാം പെടുത്തിയ ട്രാപ്പായിരുന്നു ഇത് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ കണ്ണോടിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നബിമാരോട് അവരുടെ ജനത പ്രതികരിച്ചത് എങ്ങനെയായിരുന്നു? ഏതെങ്കിലും ഒരു നബിയോടല്ല, ഓരോ നബിമാരും വന്ന് അവരെ ശരിയായ ഇസ്ലാമിന്റെ സന്ദേശങ്ങളിലേക്ക്, പടച്ചറബിന്റെ വഹിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ജനത പറഞ്ഞ ഏകദേശം സമാനമായ ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്നാ വജദ്നാ ആബാഅനാ അലാ ഉമ്മത്തിൻ വ ഇന്നാ അലാ ആസാരിഹിം മുഹ്തദൂൻ, ഞങ്ങൾ കുറെ നാളുകളായി വാപ്പയുടെയും ഉപ്പാപ്പയുടെയും ഒക്കെ പാരമ്പര്യത്തിലും മാതൃകയിലുമാണ് ഞങ്ങൾ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇനിയോ ഒരു പുതിയ ആശയം പഠിപ്പിക്കുവാനും ഒരു മാർഗത്തിലേക്ക് ഞങ്ങൾ വിളിക്കാനും നിൽക്കേണ്ടതില്ല, ഞങ്ങൾ പൂർവികരുടെ ആ പാതയിലൂടെ തന്നെ പോകും എന്ന് ഓരോ പ്രവാചകന്മാരുടെയും കാലഘട്ടങ്ങളിൽ അവർ പറഞ്ഞിരുന്നു എന്നാണ്. വിശുദ്ധ ഖുർആനിലെ 43-ാം അധ്യായം സൂറത്തു സുഹ്റുഫ്, അതിലെ 22-ാമത്തെ ആയത്തിലും 23-ാമത്തെ ആയത്തിലും കാണാം. 23-ാമത്തെ ആയത്തിൽ പ്രത്യേകിച്ച് അല്ലാഹു പറയുന്നത് അത് ഒരു കോമണായ പ്രതിഭാസമായിരുന്നു എന്നാണ്. വകദാലിക മാ അർസൽനാ മിൻ ഖബ്ലിക് മിൻ ഖർയത്തിൻ മിൻ നദീരിൻ, ഏതൊരു ജനതയിലേക്കും ഏതൊരു നാട്ടിലേക്കും നാം ഉത്ബോധനം നൽകുന്ന ദൂതന്മാരെ പറഞ്ഞയച്ചിട്ടുണ്ടോ? ഇല്ലാ ഖാല മുത്തറഫൂഹ, അവിടെയുള്ള പ്രമാണിമാർ, അവർക്കെതിരിൽ നിന്ന ആളുകളൊക്കെ പറഞ്ഞൊരു വാചകമുണ്ട്, ഇന്നാ വജദ്നാ ആബാഅനാ അലാ ഉമ്മത്തിൻ വ ഇന്നാ അലാ ആസാരിഹിം മുഖ്തദൂൻ, ഞങ്ങൾ വാപ്പുപ്പാപ്പമാരായി ചെയ്തു വന്ന ആ കാര്യം അത് തന്നെ തുടരാനാണ് ഞങ്ങളുടെ തീരുമാനം എന്ന് പറഞ്ഞു. എത്രത്തോളം എന്ന് ചോദിച്ചാൽ വിഗ്രഹാരാധനക്ക് പോലും മനുഷ്യർ അവരുടെ കൈകൾ കൊണ്ടുണ്ടാക്കിയ വിഗ്രഹങ്ങളെ ഭക്തിയോടുകൂടി കണ്ട് അതിന്റെ മുന്നിൽ സങ്കടങ്ങൾ പറഞ്ഞ് ആരാധിക്കുന്ന ബുദ്ധിശൂന്യവും പ്രമാണ വിരുദ്ധവുമായ ആ കാര്യം ചെയ്യുന്നത് എന്തിനാണ് എന്ന് ചോദിച്ച പ്രവാചകന്മാരോടും അവർ പറഞ്ഞത് ഖാലു വജദ്നാ ആബാഅനാ ലഹാ ആബിദീൻ, ഞങ്ങളുടെ വാപ്പുപ്പാപ്പമാരായി ഇങ്ങനെയാണ് ചെയ്തു വന്നത്, ഞങ്ങൾ അതാണ് കണ്ട് ശീലിച്ചത് എന്ന് പറയുന്നു. അവർക്ക് എത്ര തെളിവ് കാണിച്ചാലും ആ തെളിവിലേക്ക് ക്ഷണിച്ചാലും അവർ പറയുന്ന രീതിയും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വഇദാ ഖീല ലഹും മുത്തബിഊ മാ അൻസലല്ലാഹ്, അല്ലാഹ് ഇറക്കിയത് ഇന്നതല്ലേ, ഖുർആനിൽ ഇന്നതാണല്ലോ, ഹദീസിൽ ഇന്നതാണല്ലോ പഠിപ്പിച്ചത്, അതിലേക്ക് നിങ്ങൾ വരൂ, അത് നിങ്ങൾ പിൻപറ്റൂ എന്ന് പറഞ്ഞാൽ ഖാലു ബൽ നത്തബിഉ മാ അൽഫൈനാ അലൈഹി ആബാഅനാ, ഞങ്ങൾക്കതൊന്നും കേൾക്കേണ്ടതില്ല, കാരണവന്മാരായി വാപ്പുപ്പാപ്പമാരായി ചെയ്തു വരുന്ന കാര്യങ്ങൾ ഞങ്ങൾ അത് പിൻപറ്റും. എന്നിട്ട് ഖുർആൻ ചോദിക്കുകയാണ്, അവലൗ കാന ആബാഉഹും ലാ യഅഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ, ഇവർ പറയുന്ന ഇവരുടെ വാപ്പമാർ, ഇവരുടെ പൂർവികർ കാര്യങ്ങൾ തിരിയാത്തവരും ചിന്തിക്കാത്തവരും വഴി തെറ്റിയ ആളുകളുമാണെങ്കിലോ, എന്നാലും ആ വഴികേടിലൂടെ തന്നെ ഇവരും പോകുമെന്നാണോ ഇവർ പറയുന്നത്? ഇത്തരം അന്ധമായ അനുകരണത്തിന്റെ ഏറ്റവും വലിയ അപകടം എവിടെയാണ് എന്ന് ചോദിച്ചാൽ
പടച്ച റബ്ബ് മനുഷ്യരായ നമുക്കൊക്കെ നൽകിയ വലിയൊരു അനുഗ്രഹമാണ് ബുദ്ധിയും ചിന്തയും. അത് ഉപയോഗപ്പെടുത്താത്ത ആളുകളാണ് എന്നാണ് ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി ഇത് പ്രത്യേകം പറയുന്നു. അള്ളാഹു മനുഷ്യന്മാർക്ക് ചിന്തിക്കുവാനും കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ഒക്കെ പര്യാപ്തമാകുന്ന ഒരു ശേഷി, ഒരു കഴിവ് നൽകിയിട്ടുണ്ട് ബുദ്ധിയിലൂടെ, ചിന്തയിലൂടെ. അതെന്തിനാ നൽകിയത്? ബുദ്ധി എന്തിനാ അള്ളാഹു മനുഷ്യന്മാരായ നമുക്ക് നൽകിയത്? ചിന്തിക്കാനും ആലോചിക്കുവാനും വേണ്ടിയാണ്. എന്നാൽ ഇവരാകട്ടെ ആ മൻഫഅത്തിനെ, പടച്ചറബ് നൽകിയ ആ അനുഗ്രഹത്തെ കൈയൊടിച്ച ആളുകളാണ്, അതിനെ വേസ്റ്റ് ആക്കി ഉപയോഗിക്കാതെ വെച്ച ആളുകളാണ്. അവരെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ ഒരു ഉപമ എന്താണ് എന്ന് ചോദിച്ചാൽ, വെളിച്ചം കാണാൻ, കൂരാക്കുരുത്തിൽ വെളിച്ചം കാണാൻ വേണ്ടി ഒരു മെഴുകുതിരി കത്തിച്ചു കൊടുത്ത ആളെ പോലെയാണ്. പക്ഷെ അയാൾ എന്ത് ചെയ്തു? ആ മെഴുകുതിരി ഊതിക്കെടുത്തിയിട്ട് അത് ത്വക്കിൽ വെച്ച് ഇരുട്ടിലൂടെ തപ്പിത്തടഞ്ഞു പോവുകയാണ്. ഇതുപോലെയാണ് അള്ളാഹു നൽകിയ ബുദ്ധിയും പ്രമാണവും ഒരു ഭാഗത്തിരിക്കെ അതിലേക്കൊന്നും നോക്കാതെ അന്ധമായ അനുകരണത്തിന്റെ പിന്നാലെ പോകുന്നത്. അത് പിശാച് മനുഷ്യനെ പിഴപ്പിച്ച ഏറ്റവും വലിയ അപകടമാണ് എന്നാണ്. എത്രയോ ആളുകൾ ഏറ്റവും ബുദ്ധിശൂന്യമായ, ഏറ്റവും പ്രമാണ വിരുദ്ധമായ അബദ്ധങ്ങൾ ചെയ്തു നടക്കുന്ന ആളുകൾ, എന്തെല്ലാം വിദ്യാഭ്യാസവും അറിവും യോഗ്യതയുമുള്ള ആളുകളാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഏത് ജനവിഭാഗങ്ങളിൽ നമ്മൾ നോക്കിയാൽ വിഗ്രഹാരാധനയെ പോലെ, അതല്ലെങ്കിൽ തന്നേക്കാൾ ദുർബലമായ സൃഷ്ടികളുടെ മുമ്പിൽ എല്ലാ സങ്കടങ്ങളും പറഞ്ഞ് രാവിലെ തന്നെ എഴുന്നേറ്റ് നിന്ന് അവയോട് ഭക്തിയോടെ പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന ആളുകൾ ബുദ്ധിശൂന്യമായ ഈ പ്രവൃത്തി ചെയ്യാൻ ഇവർക്ക് എങ്ങനെ സാധിച്ചു എന്ന അത്ഭുതത്തോടു കൂടി നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനുള്ള മറുപടിയാണ്, അതിന്റെ ഉത്തരമാണ് നമുക്കിവിടെ കാണുന്നത്. പിശാച് അവരെ ആ ട്രാപ്പിൽപ്പെടുത്തി അത് ഭംഗിയാക്കി തോന്നിപ്പിക്കുകയാണ്. അവരവരുടെ ബുദ്ധിയോ ചിന്തയോ അത് അന്വേഷിക്കുവാനുള്ള തെളിവോ ന്യായമോ ഒന്നും പരിശോധിക്കാതെ അന്ധമായി അതിനെ സ്വീകരിക്കുന്നു. എന്നാൽ അതിന്റെ മറ്റൊരു വശമുണ്ട്, അഥവാ തഫ്രീത്ത്, പ്രമാണങ്ങളിൽ ഉള്ളതിനെ തന്നെ തന്റെ ബുദ്ധിയുടെയും യുക്തിയുടെയും പേരിൽ ചോദ്യം ചെയ്യുകയും നിഷേധിക്കുകയും ചെയ്യുന്ന ആളുകൾ. وَمِنْ هَؤُلَاءِ مَنْ حَسَّنَ لَهُ أَنْ لَا يَعْتَقِدَ إِلَّا مَا أَدْرَكَتْهُ حَوَاسُهُ. പിശാച് അവരെ സംബന്ധിച്ചിടത്തോളം പെടുത്തിയത് എങ്ങനെയാണ്? പിശാചിന്റെ കെണിയിൽ അവർ പെട്ടത്, അവർക്ക് തോന്നിപ്പിക്കുകയാണ് നമ്മുടെ ബുദ്ധി, നമ്മുടെ ചിന്ത, നമ്മുടെ യുക്തി അതാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് തന്നെ ബുദ്ധിപരമായി അവർക്ക് നല്ലതായി തോന്നാത്ത ഒരു കാര്യവും അവർ സ്വീകരിക്കുവാനോ ഉൾക്കൊള്ളുവാനോ ഒന്നും ഒരുക്കമല്ല. അവരുടെ അനുഭവങ്ങളിലൂടെ, അവരുടെ ചിന്തയിലൂടെ, പഠനങ്ങളിലൂടെ അവർക്ക് ശരിയായി മനസ്സിലാക്കാൻ സാധിച്ചതിനപ്പുറത്തേക്ക് ഖുർആൻ പറഞ്ഞാലും ഹദീസ് പറഞ്ഞാലും അത് അവർ സ്വീകരിക്കാത്ത, നിഷേധിക്കുന്ന അവസ്ഥയായിരിക്കും അവർക്കുണ്ടാവുക. ആ വഴിയിലൂടെയാണ് ഇൽമുൽ കലാമിന്റെയും ഫൽസഫയുടെയും ആളുകളെ പിശാച് വഴിതെറ്റിച്ചത്. ഇൽമുൽ കലാം എന്ന് പറഞ്ഞാൽ വചനശാസ്ത്രം എന്ന് മലയാളത്തിൽ പറയും. അഥവാ ഖുർആനും ഹദീസുകളും ഒക്കെ പഠിപ്പിച്ചു തന്ന വൈബിയായ വിശ്വാസപരമായ കാര്യങ്ങളിൽ ആ പ്രമാണങ്ങളെ മാറ്റിവെച്ച് അവരുടേതായ ബുദ്ധിയും ചിന്തയും യുക്തിയുമൊക്കെ പ്രയോഗിച്ച് ചില ഊഹങ്ങളിലേക്കും നിഗമനങ്ങളിലേക്കും എത്തി പ്രമാണങ്ങളെ സൈഡാക്കി വെച്ച ആളുകൾ, അവരാണ് ഇൽമുൽ കലാം എന്ന് പറഞ്ഞ വചനശാസ്ത്രത്തിന്റെയും ഫൽസഫ എന്ന് പറയുന്ന ഫിലോസഫി, തത്വശാസ്ത്രം എന്ന് പറയുന്ന ആളുകളുടെയും വലിയ അബദ്ധം. അവരെ പിശാച് പിടിച്ചത് ആ രീതിയിലാണ്. എത്രയോ ആളുകൾ ഇസ്ലാമിക ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ഓരോ കാലഘട്ടങ്ങളിലും അങ്ങനെ വലിയ ബുദ്ധിജീവികളും യുക്തിവാദികളും ഒക്കെ കടന്നു വന്നു. മതയുക്തിവാദികളായ ആളുകൾ ഇസ്ലാമിലുള്ള പല വിശ്വാസ കാര്യങ്ങളെയും ചോദ്യം ചെയ്തു. കാരണം വൈബിയായ കാര്യങ്ങളാണ് വിശ്വാസ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിയും ചിന്തയും നടത്തി, അവരുടെ ഗവേഷണങ്ങളിലൂടെ നടത്തി, ഊഹാപോഹങ്ങളിലൂടെ കണ്ടെത്തുവാൻ സാധിക്കുന്ന സംഗതിയല്ല. വിശ്വാസികളുടെ ഒന്നാമത്തെ ക്വാളിറ്റിയായി പരിശുദ്ധ ഖുർആൻ അത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിൽ ആദ്യം നമ്മൾ വായിക്കും, അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ. ഇതാണ് വേദഗ്രന്ഥം. ഇതിലൂടെ ഹിദായത്ത് കിട്ടും. ആർക്ക്? മുത്തഖീങ്ങൾക്ക് ഹിദായത്ത് കിട്ടും. പരിശുദ്ധ ഖുർആനിന്റെ വെളിച്ചവും അതിന്റെ സന്മാർഗവും ആർക്കാണ് ഉപകരിക്കുക? മുത്തഖീങ്ങളായ ആളുകൾക്ക്. അവരുടെ ഫസ്റ്റ് ക്വാളിറ്റിയായി അള്ളാഹു പറഞ്ഞത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. അവരുടെ ഇന്ദ്രിയങ്ങളിലൂടെ കണ്ടെത്തുവാൻ സാധിക്കാത്തതിൽ, ഇന്ദ്രിയാതീതമായ കാര്യങ്ങളിൽ അവർ വിശ്വസിക്കുന്ന ആളുകളാണ്, ഗൈബിയായ കാര്യങ്ങൾ. എന്നാൽ ഇൽമുൽ കലാമിന്റെയും ഫൽസഫയുടെയും ആളുകൾക്കത് പഥ്യമല്ല, അവർക്കത് അംഗീകരിക്കാൻ സാധിക്കുകയില്ല. ഇങ്ങനെ പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അധ്യാപനങ്ങളെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തും അതേപോലെ സച്ചരിതരായ മുൻഗാമികളും ഒക്കെ എങ്ങനെ മനസ്സിലാക്കി എന്നൊന്നും പരിശോധിക്കാതെ അവരുടേതായ നിഗമനങ്ങളും ഊഹാപോഹങ്ങളിലുമൊക്കെ ഏർപ്പെട്ട് വിശ്വാസകാര്യങ്ങൾക്ക് ശരിതെറ്റുകൾ കൽപ്പിച്ച ആളുകളാണ് പിൽക്കാലത്ത് നമ്മൾ കാണുന്ന ജഹ്മിയാക്കളും മുഅ്തസിലിയാക്കളും ഒക്കെ. അവർക്കൊക്കെ പറ്റിയത് അള്ളാഹുവിന് ഇന്ന വിശേഷണങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് ഇവർ അങ്ങോട്ട് പഠിപ്പിക്കാൻ. അള്ളാഹു കേൾക്കും, അള്ളാഹു കഴിവുള്ളവനാണ്, അള്ളാഹു സംസാരിക്കുന്നവനാണ് എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ് ജഹ്മിയത്തിന്റെ ആളുകൾ, ജഹ്മു ബിൻ സഫ്വാൻ എന്ന് പറയുന്ന ആ ബിദ്അത്തിന്റെ കക്ഷിയുടെ വക്താക്കൾ അള്ളാഹുവിന് യാതൊരു ക്വാളിറ്റിയുമില്ല, സിഫത്തുകളുമില്ല എന്ന് നിഷേധിച്ചു. ഖുർആനിൽ എത്രയോ സിഫത്തുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ അഫ്ആലുകളിലൂടെ, സിഫാത്തുകളിലൂടെ പടച്ചറബിന് ഉണ്ട് എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നു. ഇതൊന്നുമില്ല എന്ന് പറഞ്ഞ് നിഷേധിച്ചതിലൂടെ, അവരുടെ യുക്തിയെയും ബുദ്ധിയെയും മറയായി സ്വീകരിച്ച് നിഷേധിക്കുന്നതിലൂടെ പടച്ചവനെ തന്നെ നിഷേധിക്കുന്ന അവസ്ഥയിലേക്ക് അവരെത്തി. അതുകൊണ്ടാണ് ഇമാമിങ്ങൾ രൂക്ഷമായി ഇവരെ സംബന്ധിച്ച് എതിർക്കുകയും സംസാരിക്കുകയും ചെയ്തത്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി ആ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ ഖൗല് കോട്ട് ചെയ്യുന്നുണ്ട്. ലഅൻ യുബ്തലൽ അബ്ദു, ഒരു മനുഷ്യൻ പരീക്ഷിക്കപ്പെടുക എന്നതാണ് ബികുല്ലി മാ നഹല്ലാഹു അൻഹു മാ അദ ശിർക്ക്, ശിർക്ക് ഒഴികെ, ബഹുദൈവത്വം ഒഴികെ വേറെ എന്തെല്ലാം തിന്മകൾ പടച്ചറബ് വിലക്കിയ തിന്മകളുണ്ടോ അതെല്ലാം കൊണ്ടൊരു മനുഷ്യൻ പരീക്ഷിക്കപ്പെടുന്നതാണ് ഖൈറുൻ ലഹു മിൻ അൻ യൻളുറ ഫിൽ കലാം. ഈ പറഞ്ഞ പിഴച്ച വചനശാസ്ത്രത്തിന്റെ വഴിയിലേക്ക് പ്രവേശിക്കുന്നതിനേക്കാൾ അയാൾക്ക് ഖൈറായിട്ടുള്ളത്, അഥവാ അത്രമാത്രം ഗൗരവപ്പെട്ട അബദ്ധമാണ്, തിന്മയാണ്, പാപമാണ് ഇവരിലൂടെ വന്നു ഭവിക്കുന്നത് എന്നർത്ഥം. അതുകൊണ്ട് അവർക്ക് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ പറയാൻ, ഞാൻ അവർക്കൊരു ശിക്ഷ വിധിക്കുമെങ്കിൽ എനിക്ക് പറയാനുള്ളത് അവരെ എന്ത് ചെയ്യണം? ഈത്തപ്പന മട്ടല് കൊണ്ട് അടിക്കണം. എന്നിട്ട് നാട് നീളെ അവരെ ചുറ്റി സഞ്ചരിപ്പിച്ചിട്ട് ഉറക്കെ വിളിച്ചു പറയണം ആളുകളോട്. ഖുർആനും സുന്നത്തും കൈയൊഴിച്ച് സ്വന്തം യുക്തിയും ബുദ്ധിയും ഒക്കെ പ്രമാണമായി സ്വീകരിച്ചവർക്കുള്ള ശിക്ഷയാണ് ഇത് എന്ന് ആളുകളെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് പിശാചിന്റെ ഈ കെണികളിൽ നിന്ന് സമൂഹത്തെ ഉണർത്തിയ ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോ രണ്ട് രീതിയിൽ നമ്മൾ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ പിശാച് നമ്മെ വഴിതെറ്റിച്ചു കൊണ്ടുപോകുമെന്നർത്ഥം. അള്ളാഹു എവിടെ നിർത്തിയോ അവിടെ നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് രൂപത്തിലാണോ മതത്തിന്റെ എണ്ണവും വണ്ണവും രൂപവും കോലവും നിർണയിച്ച് നമുക്ക് തന്നത് ആ രീതിയിൽ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കണം. ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ ദിക്ർ ചൊല്ലാറുണ്ട്. സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം ചെല്ലണമെന്ന് പറഞ്ഞാൽ 34 ആകാനും പാടില്ല, 32 ആക്കാനും പാടില്ല. സുബ്ഹാനല്ലാഹ് അല്ലേ, ഒരു 100 ഞാൻ അങ്ങ് ചൊല്ലിയേക്കാം. ആ സന്ദർഭത്തിൽ അവിടെ അതിന്റെ എണ്ണവും രൂപവും കോലവും ഒക്കെ നിർണയിച്ച അതേ രീതിയിലേ ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെ ഒരു കണിശമായ രീതി മതത്തിന്റെ വിഷയത്തിൽ സ്വീകരിക്കാൻ കഴിയാത്ത ആളുകളെ പിശാച് തട്ടിക്കൊണ്ടുപോകുമെന്നതിൽ തർക്കമില്ല എന്നതാണ് ഇമാമിയങ്ങൾ ഗൗരവത്തോടുകൂടി നമ്മെ ഉണർത്തിയത്. ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച ആയത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നതാണ്, വത്തബിഅ മാ യൂഹാ ഇലൈക മിർ റബ്ബിക്, പ്രവാചകരെ അള്ളാഹുവിന്റെ പക്കൽ നിന്ന് താങ്കൾക്ക് വഹിയായി നൽകപ്പെട്ടതെന്തോ അത് താങ്കൾ ഫോളോ ചെയ്യുക, പിൻപറ്റുക. ഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറ, തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ചെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ് അല്ലാഹു. അതുകൊണ്ട് പടച്ചറബിന്റെ നിരീക്ഷണത്തെ സംബന്ധിച്ച് ജാഗ്രതയോടെ ബോധത്തോടുകൂടി ദീനിലുള്ളത് എന്താണ് എന്ന് പഠിക്കുവാനും അന്വേഷിക്കുവാനും നമ്മൾ തയ്യാറാവുക. അത് നമ്മുടെ ജീവിതത്തിൽ കണിശമായി പാലിക്കുവാനും നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ ദുനിയാവിലും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും, പരലോകത്തും വിജയം നേടുവാൻ സാധിക്കും. അള്ളാഹു അത്തരം വിജയികളുടെ കൂട്ടത്തിൽ, യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. സല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറാ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കണിശമായി കൃത്യതയോടെ പാലിക്കാൻ ശ്രദ്ധിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്ത് ലോക പരിസ്ഥിതി ദിനമായി ഈ ഒരു ദിവസം കൊണ്ടാടുകയാണ്.
ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പ്രത്യേകമായ ഒരു ദിവസവും ചടങ്ങുകളുമൊന്നും മതപരമായി ന്യായീകരിക്കുവാനോ സാധൂകരിക്കുവാനോ സാധിക്കുകയില്ലെങ്കിലും ആ വിഷയത്തിൽ ഇസ്ലാമിന് ചില കാഴ്ചപ്പാടുകളും സന്ദേശങ്ങളും ലോകത്തോട് നൽകുവാനുണ്ട്. അഥവാ പരിസ്ഥിതിയും പ്രകൃതിയും ഒക്കെ പടച്ചറബ് നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ് എന്നാണ്. അള്ളാഹു പറഞ്ഞു, ഹുവല്ലദീ ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ളതെല്ലാം അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്. അതാണ് പല ഇമാമിയങ്ങളും പണ്ഡിതന്മാരും ദീനിന്റെ വലിയൊരു അസ്ലായി ബേസായി കാണുന്നത്. ഏതെങ്കിലും ഒരു വസ്തു ഹലാലാണോ ഹറാമാണോ എന്ന് നമുക്ക് അറിയില്ലെങ്കിൽ അതിന്റെ അസ്ൽ ബേസ് എന്താണെന്ന് ചോദിച്ചാൽ ഹലാലാണ്, അനുവദനീയമാണ്. ഇന്ന വസ്ത്രം ധരിക്കാൻ പറ്റോ, ഇന്ന ചെരുപ്പ് ധരിക്കാൻ പറ്റോ, ഇന്ന വാച്ച് കെട്ടാൻ പറ്റോ എന്നൊക്കെ ചോദിച്ചാൽ അസ്ല് വസ്തുക്കളുടെ വിഷയത്തിൽ അത് ഹലാലാണ്. ഇന്നത് തിന്നാൻ പറ്റോ, ഇന്നത് തിന്നാൻ പറ്റില്ല എന്ന് ചോദിച്ചാൽ അതിന്റെ ബേസ് ഹലാലാണ്. എന്നാൽ അത് ഹറാമാണ് എന്നതിന് പ്രത്യേകം വേറെ തെളിവ് വരണമെന്നാണ്. ഇന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ, ഇന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇന്നത് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ തെളിവ് വരാത്തിടത്തോളം ബാക്കി എല്ലാം നമുക്ക് അനുവദനീയമാണ്. കാരണം എന്താ? അള്ളാഹ് പറഞ്ഞത് ഇത് നിങ്ങൾക്ക് വേണ്ടി അള്ളാഹ് സൃഷ്ടിച്ചതാണ് എന്ന്. അതാണ് അതിന്റെ ബേസ്. അപ്പോ എല്ലാ മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ പ്രകൃതിയിലെ എല്ലാം, പ്രപഞ്ചത്തിലെ എല്ലാം മനുഷ്യന് ഉപയോഗിക്കാം, മനുഷ്യന്റെ നന്മകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താം. അത് മൃഗങ്ങളാണെങ്കിലും മരങ്ങളാണെങ്കിലും മലകളാണെങ്കിലും ഏത് വസ്തു. ചില ആളുകൾ പ്രകൃതി സ്നേഹം മൂത്ത് അത് തിന്നാൻ പാടില്ല, അത് മുറിക്കാൻ പാടില്ല, അത് ഉപയോഗിക്കാൻ പാടില്ല എന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു അതിവാദമാണ്. ഇസ്ലാം എന്ത് പറയുന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ നന്മക്ക് വേണ്ടി അള്ളാഹ് സൃഷ്ടിച്ച ആ കാര്യങ്ങളെല്ലാം നമ്മുടെ നന്മകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താം. എന്നാൽ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തകർക്കുന്ന വിധത്തിലുള്ള ചൂഷണങ്ങൾക്കും അനാവശ്യമായ ധാരാളിത്തത്തിനും ധൂർത്തിനും ആർഭാടത്തിനും ഇസ്ലാം വിലക്കുകൾ ഏർപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അത് ഈവൻ വെള്ളം ഉപയോഗിക്കുന്ന വിഷയത്തിൽ പോലും ധാരാളം വെള്ളമുണ്ട്. വദു എടുക്കുകയാണെങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സ്വഹാബി ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയുടെ ഓരത്ത് നിന്ന് വെള്ളമെടുക്കുന്നതിനെ ഒതു എടുക്കുന്നതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാവിഷായി ഒതു എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, യാ സഅദ്, ഇതെന്തൊരു ധാരാളിത്തമാണ്. ഒതുവെടുക്കുന്ന സ്വഹാബിയോട് വെള്ളം കൂടുതൽ ഉപയോഗിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അപ്പൊ സ്വഹാബി ചോദിച്ചു, പ്രവാചകരെ, ഒതുവെടുക്കുന്നതിലും ധാരാളിത്തമുണ്ടോ? ആ, ഉണ്ട്. ഇൻ കുൻത അലാ നഹരിൻ ജാരിൻ, ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയുടെ ഓരത്ത് നിന്നാണ് നീ ഒതുവെടുക്കുന്നതെങ്കിലും 3 പ്രാവശ്യം കഴുക. അത് 4 ആകാൻ പാടില്ല, 5 ആകാൻ പാടില്ല. അപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ 2 കാര്യവും, പ്രകൃതിയിൽ അള്ളാഹു നമുക്ക് സൃഷ്ടിച്ചു തന്നിട്ടുള്ള മലകളും കുന്നുകളും മരങ്ങളും മൃഗങ്ങളും എല്ലാം നമ്മുടെ നന്മക്ക് വേണ്ടി ഉപയോഗിക്കാം. എന്നാൽ അത് ധാരാളിത്തത്തിൽ ധൂർത്ത് ചെയ്ത് അനാവശ്യമായി ഉപയോഗിക്കുമ്പോൾ ഇത് എനിക്ക് മാത്രമല്ല എന്റെ സഹജീവികൾക്കും ഉപയോഗിക്കാനുള്ളത്. അത് വെള്ളമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും എല്ലാം ആവശ്യത്തിലേറെയാകാൻ പാടില്ല. വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹ, നിങ്ങൾ ഫസാദ് ഉണ്ടാക്കരുത്, കുഴപ്പമുണ്ടാക്കരുത് എന്ന് ഖുർആൻ പറഞ്ഞു. അതേപോലെ ഖുർആൻ പറഞ്ഞ ശ്രദ്ധേയമായ ഒരു പ്രയോഗം, ലഹറൽ ഫസാദു ഫിൽ അർളി ഫിൽ ബർരി വൽ ബഹർ, കടലിലും കരയിലുമൊക്കെ കുഴപ്പങ്ങൾ പ്രകടമായിരിക്കുന്നു. എന്താ കാരണം? ബിമാ കസബത്ത് ഐദിന്നാസ്, മനുഷ്യന്മാരുടെ കൈകൾ അന്യായമായി അതിലേക്ക് കടന്നതിനാൽ. അപ്പോ മതപരമായി നോക്കിയാൽ നമുക്ക് പറയാനുള്ളത്, അള്ളാഹു നൽകിയ ഈ സൗകര്യങ്ങളെല്ലാം നമ്മൾ ഉപയോഗിക്കുമ്പോൾ പടച്ചറബിന്റെ അനുഗ്രഹമാണ്, അതൊരു പരീക്ഷണമാണ് എന്ന് കൂടി തിരിച്ചറിഞ്ഞ് നന്മകൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ഇല്ലാത്തവർക്ക് പങ്കുവെക്കുകയും അത് നൽകിയ റബ്ബിനോട് നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഒരു വിശ്വാസിയായി മാന്യമായി പ്രകൃതിയോടും അതേപോലെ തന്നെ പ്രപഞ്ചത്തോടുമൊക്കെ സന്തുലിതമായി നീതിയോടുകൂടി വർത്തിച്ചുകൊണ്ട് മുന്നേറുവാൻ സാധിക്കും. ചൂഷണവും അതേപോലെ തന്നെ മറ്റുള്ളവരുടെ അവകാശങ്ങൾ ഹനിക്കുകയും ചെയ്യാതെ പ്രകൃതിയെ നശിപ്പിക്കാതെ ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ഇസ്ലാമികമായ ആ ശരിയായ കാഴ്ചപ്പാടിലൂടെ മുന്നേറുവാൻ നാം ശ്രദ്ധിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. സാമ്പത്തികവും അതേപോലെ മാനസികവുമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കൊണ്ട് വിഷമിക്കുന്ന നിരവധി ആളുകളുണ്ട്. അവരുടെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും അർഹമുർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല നീക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, സർവ്വ വിശ്വാസികളും അവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി
പടച്ചറബിന്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും നമ്മെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.